you're loaded up. That's Hello guys, welcome to Vetakaran Vlog. It's me, your one and only favorite Vetakaran with another monster fish video. Today we're gonna talk about pike fish. As I said in my last video, നമ്മുടെ വെൽസ് കാറ്റ് ഫിഷിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊരു പൈക്കിൻ്റെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മല്ലു മോൺസ്റ്റർ ഫിഷ് പ്രേമികൾക്ക് വേണ്ടി നമ്മൾ മോൺസ്റ്റർ ഫിഷുകളുടെയൊക്കെ മലയാളം റിവ്യൂസാണ് നമ്മളിപ്പോൾ കുറേ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വല്ലാതെ ബിസി ആയതുകൊണ്ടാണ് വീഡിയോസൊക്കെ സ്ലോ ആയത്. എന്തായാലും നമ്മൾ അധികം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാത്ത നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പൈക്ക് ഫിഷിനെ കുറിച്ച് പറഞ്ഞു വരുവാണെങ്കിൽ പൈക്ക് ഫിഷ് വളരെ വലിയൊരു പ്രെഡിറ്ററി ഫിഷാണ്. അഗ്രസീവായിട്ടുള്ള ഒരു ഫ്രഷ് വാട്ടർ പ്രെഡിറ്ററി ഫിഷാണ്. കൂടുതലായിട്ട് കണ്ടുവരുന്നത് കോൾഡർ ക്ലൈമറ്റ്സ് ആയിട്ടുള്ള ഏരിയാസിലായാണ്. നോർത്തേൺ യൂറോപ്പിലും കാനഡ ഏരിയയിലൊക്കെയാണ് ഇതിനെ കണ്ടുവരുന്നത്. വളരെ വലിയ മോൺസ്ട്രസ് ആയിട്ടുള്ള സൈസായിട്ട് ഇത് വളരുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ശരീരത്തുള്ള അടിപൊളി സ്ട്രൈപ്പും കളറും കോമ്പിനേഷനൊക്കെ കാരണം, പിന്നെ ഇതിൻ്റെ അഗ്രസീവ്നെസ്സൊക്കെ കാരണം മോൺസ്റ്റർ ഫിഷ് ലവേഴ്സിൻ്റെ ഇടയിലും ബിഗ് ഹാച്ച് ഗെയിം ഹണ്ടേഴ്സിൻ്റെ ഇടയിലും പൈക്ക് ഒരു വലിയ താരം തന്നെയാണ്. ദ ബിഗസ്റ്റ് പൈക്ക് വാസ് എവർ കോട്ട് ഇൻ ദ വേൾഡ്. Something is claiming up to 58 lbs. 58 lbs US സ്റ്റാൻഡേർഡ്സിൽ നിന്ന് നമ്മൾ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ 26 കിലോ പോയിൻറ്റ് സംതിങ് വരും. പിന്നെ അതിൻ്റെ മെഷർ ചെയ്തത് 133 സെൻറ്റിമീറ്റേഴ്സ് ആയിരുന്നു. അത് ഫീറ്റ് അടിക്കണക്കിനായിട്ട് വരുമ്പോൾ ഒരു 4 അടി അതിന് മുകളിലായിട്ടും വരും. ഗായ്സ്, വെള്ളത്തിൽ പൈക്കിൻ്റെ ഒപ്പം പിടിച്ചു കിട്ടാൻ വേറെ മീനുകൾക്ക് പറ്റില്ല എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇതൊരു മാരകമായിട്ടുള്ളൊരു ഫിഷ് തന്നെയാണ്. കാരണം പൈക്ക് ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റ് പോലത്തെ മീനാണ്. ഭയങ്കര വേഗതയിൽ പാഞ്ഞടിച്ച് ഇരകളെ അറ്റാക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു ഭീകര മീനുമാണ്. പിന്നെ ഇതിൻ്റെ വായിലെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ തീർന്നു എന്ന് പറഞ്ഞാൽ മതി, അത്രയ്ക്ക് പവർഫുള്ളാണ് ഇതിൻ്റെ ജോ. അതുമാത്രമല്ല ജോലയിൽ നല്ല രീതിയിലുള്ള പല്ലുണ്ട്, നല്ല ഷാർപ്പായിട്ടുള്ള, നമ്മുടെ വരാലിൻ്റെ വാഹയുടെ ഒക്കെ വായി കാണുന്ന പോലെ തന്നെ നല്ല മാരകമായിട്ടുള്ളൊരു പല്ലാണ് ഇതിനുള്ളത്. കടിച്ച് കഴിഞ്ഞാൽ കടിച്ച് കീറി തവിട് പൊടിയെ കളയും. അമ്മാതിരി പവർഫുള്ളായിട്ടുള്ളൊരു മീൻ തന്നെയാണ് പൈക്ക്. പിന്നെ മീനുകൾക്ക് മാത്രമല്ല മറ്റ് ചെറിയ ജീവികളെപ്പോലും ഇത് വെറുതെ വിടാറില്ല എന്നാണ് പറയുന്നത്. തവളകൾ, അണ്ണാന്, പിന്നെ താറാകുഞ്ഞുങ്ങൾ, പിന്നെ പറ്റുവാണെങ്കിൽ വലിയ താറാവിനെയും കൂടെ അടിക്കും. കാരണം അത്രയ്ക്കും ഒരു അഗ്രസീവായിട്ടുള്ളൊരു സൈക്കോ ക്യാരക്ടറിസ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സൈക്കോ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു സാധനമാണ്. പിന്നെ ചില സമയത്ത് കാനിബലിസ്റ്റിക് ബിഹേവിയറും നരഭോജി ടൈപ്പുള്ള ബിഹേവിയറും ഇതിന് കണ്ടുവരുന്നുണ്ട്. വിശന്ന് കഴിഞ്ഞ് ഇര കിട്ടിയില്ലെങ്കിൽ സ്വന്തം അതേ ഇനത്തിൽപ്പെട്ട മീനെ തന്നെ അടിക്കുന്ന ഒരു ഭീകര സൈക്കോ ആണ് ഇവൻ എന്ന് പറയണത്. എന്തായാലും ഈ സാധനത്തിനൊക്കെ കേരളത്തിൽ കൊണ്ടുവരണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നോർത്തേൺ പൈക്കുകൾ കൂടുതലായിട്ട് കണ്ടെത്തുന്നത് ഷാലോ റീജിയൻസിലും പിന്നെ അത്യാവശ്യം നല്ല ഡെപ്ത് ഉള്ള ഏരിയാസിലൊക്കെയാണ്. വെൽ വെജിറ്റേറ്റഡ് ആയിട്ടും പിന്നെ നല്ലൊരു വാം ടെമ്പറേച്ചറിൽ നിൽക്കുന്ന ഏരിയാസാണ് ഇതുങ്ങൾക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ പൈക്ക്, സ്മോൾ സൈസായിട്ടുള്ള പൈക്കുകളും ജൂവനൈലായിട്ടുള്ള പൈക്കുകളും അവിടെ തന്നെയാണ് കൂടുതൽ സ്ഥിതി ചെയ്യാൻ ചാൻസ് ഉള്ളത്. സംടൈംസ് ഈ ചെറിയ പൈക്കുകൾ വലിയ പൈക്കുകൾ അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിലൂടെ മെച്ചൂർഡായിട്ടുള്ള ജയൻ്റ് ആയിട്ടുള്ള അഡൾട്ട് പൈക്കുകളല്ല ഇതിലൂടെ കൂളായിട്ടുള്ള ഡെപ്തുള്ള ഏരിയാസിലായിട്ട് ഹാങ് ചെയ്ത് നിൽക്കും, വെജിറ്റേറ്റഡ് ആയിട്ടുള്ള. കാരണം വെജിറ്റേഷൻ നോക്കി വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് മറ്റേ പ്രേ ഫിഷ് വരുമ്പോൾ അറ്റാക്ക് ചെയ്യാനുള്ള ഹൈഡിങ് സ്പേസും കൂടെ കരുതിയിട്ടാണ് ഇതിന് വെജിറ്റേഷൻ്റെ ഉള്ളിലേക്ക് നീങ്ങുന്നത്. അതേപോലെ തന്നെ ഇത് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത സമയത്ത് ബ്രീഡ് ചെയ്യുന്നതും ഇതേപോലെയുള്ള തിക്ക് വെജിറ്റേഷൻ്റെ ഇടയിലാണ്. ബ്രീഡ് ചെയ്ത് എഗ്സ് ലേ ചെയ്യുന്നതും അവിടെ തന്നെയാണ്. 77 ഡിഗ്രിയാണ് നോർമൽ പൈക്ക് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഒപ്റ്റിമലായിട്ടുള്ള കണ്ടീഷനിൽ വരുമ്പോൾ 68 ഡിഗ്രി ഫാരൻഹൈറ്റും ആണ് കറക്റ്റായിട്ടും. ജൂവനൈലായിട്ടുള്ള യങ് ആയിട്ടുള്ള പൈക്ക് ഫിഷുകൾക്ക് 73 ഡിഗ്രി ഫാരൻഹൈറ്റാണ് ഒപ്റ്റിമൽ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ഫിഷ് ടാങ്കിലൊക്കെ ഇട്ട് വളർത്താനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലൊരു ടെമ്പറേച്ചർ. ബിഗ് പൈക്കുകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ നല്ല ആഴമുള്ള ലേക്കുകൾ, തടാകങ്ങളൊക്കെയാണ്. അതും നിറച്ച് പ്രേ ഫിഷുള്ള ഏരിയാസാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. സോ നിങ്ങൾക്കൊരു പൈക്ക് ഫിഷിനെ പിടിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലുള്ള ഒരു ഏരിയ സ്പോട്ട് ചെയ്തിട്ട് അവിടെ നിങ്ങളുടെ ലൂർ കാസ്റ്റ് ചെയ്തായിരിക്കും ബെറ്റർ. പക്ഷേ പൈക്ക് കൂടുതൽ നോർത്തേൺ അമേരിക്ക, ഒരു കാനഡ ആ റീജിയൻസിലാണ് കിട്ടുള്ളൂ. നമ്മൾ മല്ലൂസിന് ചൂണ്ടയിടണമെങ്കിൽ നമ്മൾ അവിടെ വരെ പോകേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഇനി വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇറക്കുമതി ചെയ്യേണ്ടി വരും കേരളത്തിലേക്ക്. അപ്പോൾ പൈക്ക് ഫിഷിനെ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യൂ. പൈക്ക് ഫിഷിന് 3-4 വെറൈറ്റീസാണ് മെയിനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്.
നോർമലായിട്ടുള്ള നമ്മുടെ നോർത്തേൺ പൈക്ക് എന്ന് പറഞ്ഞ സാധനം, പിന്നെ പിക്കറോൾ, ചെയിൻ പിക്കറോൾ, പിന്നെ മസ്കി ലോഞ്ച്. ഈ 4 വെറൈറ്റീസാണ് നോർമലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നോർത്തേൺ പൈക്കിൻ്റെ വീഡിയോ ആണ്. പിന്നെ ഇതിനകത്ത് സ്ട്രൈപ്സിൻ്റെ ഇതിനകത്തൊക്കെ വളരെ വ്യത്യാസം വരുന്ന ഇതുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യാം. കാരണം ഡയഗണൽ ആയിട്ടുള്ളത്, സ്പോട്ടായിട്ടുള്ളത്, പിന്നെ വെർട്ടിക്കലായിട്ടുള്ളത്, ലോഞ്ചിറ്റ്യൂഡൽ ലൈൻസ് ഉള്ളത്, അങ്ങനെ പല വെറൈറ്റീസൊക്കെ ഉണ്ട്. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീഡിയോ ഇവിടെയെങ്കിലും നിൽക്കില്ല. സോ നമുക്കത് ഇവിടെ നിർത്താം. പൈക്ക് ഫിഷിൻ്റെ ഫാസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബുള്ളറ്റ് പോലത്തെ സ്പീഡാണെന്ന് പറഞ്ഞില്ലേ, 10 മൈൽ പെർ അവറാണ് ഇതിൻ്റെ വെള്ളത്തിലുള്ള ഇതിൻ്റെ ആ അറ്റാക്കിങ് സമയത്തുള്ള അതിൻ്റെ സ്പീഡ്. നമ്മുടെ പ്രേ ഫിഷുകൾക്ക് ഒന്ന് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല. ഇത്ര ഒരു അപകടം അതുങ്ങളെ നോക്കി വരുന്നുണ്ട്. അതിന് മുന്നേ അറ്റാക്ക് നടന്നിരിക്കും. ഷട്ടപ്പട്ടയെന്നായിരിക്കും അറ്റാക്ക്. ഒരു ബുള്ളറ്റ്, ഒരു സ്നൈപ്പർ ഷോട്ട് ബുള്ളറ്റ് വന്ന് വീഴുന്ന പോലെയായിരിക്കും അറ്റാക്ക് വരുന്നത്. സ്പീഡിന് അനുയോജ്യമായിട്ടുള്ള ബോഡി സ്ട്രക്ചർ തന്നെയാണ് പൈക്കിനുള്ളത്. നല്ല ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ബോഡിയാണ്. പിന്നെ നല്ല സ്ലൈമി ആയിട്ടുള്ള കോട്ടും ആയിട്ട് നമ്മുടെ ഒരു ഇതാണ് അതിൻ്റെ ഒരു ശരീരപ്രകൃതിയാണ് അതിന്. പിന്നെ വാലിൻ്റെ ബാക്കിൽ ആരോൻ്റെ മാതിരിയുള്ള ഒരു നല്ല വെള്ളത്തിക്കടെ ടോർപീറ്റോ പോലെ നീന്തി പോകാൻ പറ്റുന്ന ഒരു വലിയ വാലുമാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിന് വെള്ളത്തിൻ്റെ ഉള്ളിൽ ഒരു ആരോ പോകുന്ന പോലെ തന്നെ തുളഞ്ഞ് കയറി വേഗതയിൽ മൂവ് ചെയ്ത് ഫ്രണ്ടിലിട്ട് പോകാൻ കഴിയും. പിന്നെ നിങ്ങൾ റഡാർ സംവിധാനത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ സബ്മറീനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ. അതുപോലെ തന്നെ പൈക്കിനുമുണ്ട് ഒരു ചെറിയ കഴിവ്. അതിൻ്റെ തലയുടെ മൂക്കിന് മുകളിലായിട്ട് 3-4 സ്പോർട്സ് ഉണ്ട്, തുളകൾ. ഈ തുളകൾ എന്തിനാണെന്നറിയോ? വെള്ളത്തിലുള്ള സ്ലൈറ്റസ്റ്റ് വേരിയേഷൻസും സൗണ്ട് വൈബ്രേഷൻസും അതിന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ ഒരു സംവിധാനം ഉള്ളത്. ഇത് നമ്മൾ റഡാർ ആക്ട് ചെയ്യണ പോലെ തന്നെ ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ പൈക്കിന് മീനെ കാണാൻ പറ്റിയില്ലെങ്കിൽ, ഇരയായിട്ടുള്ള മത്സ്യത്തിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ അത് എത്ര ഡിസ്റ്റൻസിൽ മാറിയാണ് നിൽക്കുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ഈ മീന് പറ്റും. സോ അതുകൊണ്ടാണ് ലൂർ കാസ്റ്റിങ്ങുകളൊക്കെ യൂസ് ചെയ്യുന്നവർ ജിഗ് മറ്റ് സൗണ്ട് കേൾക്കാൻ പറ്റുന്ന ടൈപ്പുള്ള പോപ്പർ ഫ്രോഗുകളും ലൂറുകളും ഒക്കെ യൂസ് ചെയ്യുന്നത്. കാരണം പൈക്ക് ഫിഷ് സൗണ്ട് കേട്ട് വളരെ അലേർട്ടായിട്ട് ഇരേനെ അറ്റാക്ക് ചെയ്യാൻ വന്നിരിക്കും. ഇനി അടുത്ത് സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന കാര്യമാണ്. മെയിൽസ് ആണ് പെട്ടെന്ന് തന്നെ സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത്. 1 to 2 ഇയേഴ്സിനുള്ളിൽ മെയിൽസ് സെക്ഷൽ മെച്യൂർഡ് ആയിരിക്കും. പക്ഷേ ഫീമെയിൽസിന് 1 to 3 ഇയേഴ്സ് എങ്കിലും എടുക്കും സെക്ഷലി മെച്യൂർഡ് ആവാൻ വേണ്ടി. 34 to 50 ഡിഗ്രി ഫാരൻഹൈറ്റ് ആണ് ഒപ്റ്റിമൽ ആയിട്ടുള്ള ബ്രീഡിംഗ് കണ്ടീഷൻ പൈക്ക് ഫിഷിന്. ബ്രീഡിംഗ് ടൈമിൽ ഫീമെയിൽ പൈക്ക് നല്ല ഷാളമായിട്ടുള്ള ഏരിയാസ്, വെള്ളം കുറഞ്ഞ ഏരിയാസോ അല്ലെങ്കിൽ വെറ്റ്ലാൻഡ് ആയിട്ടുള്ള ഏരിയാസ് കണ്ടുപിടിച്ച് അങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 3-4 മെയിൽസ് ഇതിന് ഫോളോ ചെയ്ത് വരും. അതിൽ ആദ്യം വരുന്ന മെയിലായിരിക്കും കൂടുതൽ ഇതിനായിട്ട് മേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളത്. കുറഞ്ഞ അളവിൽ ഒരു 50,000 മുട്ടയെങ്കിലും ഒരു ഫീമെയിൽ പൈക്കിന് നിക്ഷേപിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. 3 to 4 വീക്സിനുള്ളിൽ തന്നെ എഗ്സൊക്കെ ഹാച്ച് ചെയ്ത് കുട്ടികൾ വെളിയിൽ വരാൻ തുടങ്ങും. ഫസ്റ്റ് സമയത്ത് ആദ്യമായിട്ടത് പ്രൈമറിൽ കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ അതുങ്ങളുടെ മുട്ടയിലുള്ള ആ ഒരു എഗ്സോക്ക് തന്നെയാണ് അത് കൂടുതൽ കഴിച്ചു വരുന്നത്. പിന്നെ ചെറിയ ചെറിയ ഇൻവെർട്ടിബ്രേറ്റ്സ്, മണ്ണിര പോലെയുള്ള ഐറ്റംസിനെയൊക്കെ കഴിക്കാൻ തുടങ്ങും. പിന്നെ അത് വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ കാനിബലിസ്റ്റിക് ബിഹേവിയർ തനി ആക്ട് ചെയ്ത് തുടങ്ങും. സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാനും തുടങ്ങും. കുഞ്ഞുങ്ങൾക്ക് അപകടകരമായിട്ടുള്ളത് നമ്മുടെ തുമ്പിയുടെ ലാർവയും വലിയ വലിയ ചില പ്രാണികളും കിളികളൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് അപകടകരമായിട്ടുള്ളത്. വലുതായി കഴിഞ്ഞ് ഒരു ഏകദേശം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞുമ്പോഴും വെള്ളക്കെട്ടുകളുടെ ഉള്ളിൽ നിന്ന് കുഞ്ഞുങ്ങൾ നേരെ ചൂടുള്ള വലിയ ഏരിയാസിലേക്ക് മാറാൻ തുടങ്ങും. ആ ഏരിയാസിൽ വലിയ പൈക്കുകൾ ഉണ്ടാവില്ല. സോ അവർ സേഫാണ്. അവിടെ അവരവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും പ്രേ ഫിഷുകളൊക്കെ അറ്റാക്ക് ചെയ്ത്. 1-2 വർഷം മാത്രം പ്രായമുള്ള ചെറു പൈക്കുകളെ ഹാമർ ഹാൻഡിൽസ് അല്ലെങ്കിൽ സ്നേക്ക് എന്നൊക്കെ വിളിക്കും. പിന്നെ വളർച്ചയുടെ കാര്യം, 3 വർഷത്തിനുള്ളിൽ തന്നെ 18 ഇഞ്ചസ് വളർച്ച ചെയ്തെത്തും. ഭയങ്കര സ്പീഡായിട്ടുള്ള വളർച്ചയല്ല, എന്നാലും അത്യാവശ്യം ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു വളർച്ച തന്നെയാണ് ഇതെത്തുന്നത്. പൈക്ക് ഫിഷിനെ പിടിക്കണമെങ്കിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ സൗണ്ട് യൂസ് ചെയ്ത് നമുക്ക് വളരെയധികം ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. ഈവൻ ഒരു ബിഗിനിയറിന് തന്നെ പൈക്ക് ഫിഷിനെ സുഖമായിട്ട് പിടിക്കാൻ പറ്റും. ഒരു ഫ്രോഗ് ലൂറോ അല്ലെങ്കിൽ ഒരു ഡക്ലിംഗ് ലൂറോ അങ്ങനെ, അല്ലെങ്കിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ജിഗായിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. കാരണം സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കയറി അറ്റാക്ക് ചെയ്യാവുന്ന സാധനമാണ്. പിന്നെ നല്ലൊരു ലീഡർ ലൈനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ. അല്ലെങ്കിൽ പൈക്കിൻ്റെ പല്ല് നല്ല ഷാർപ്പാണ്, നമ്മുടെ കാളാഞ്ചിയുടെ ഒക്കെ മാതിരി. സോ ലൈൻ പൊട്ടിച്ചോണ്ട് പോകാനുള്ള ചാൻസ് വളരെയധികം നല്ല ചാൻസ് ഉണ്ട്. സോ സ്ട്രോങ് ആയിട്ടൊരു ലീഡർ ലൈൻ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഷെവലിൽ കണക്ട് ചെയ്ത് നമ്മുടെ ബ്രൈറ്റ് ലൈനിലിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഇതിൻ്റെ അറ്റാക്കിങ് കാണിച്ചു തരാണ്ട് നിങ്ങളെ വിട്ട് കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള പരിപാടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഒപ്പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഗൈസ്. My
സോ ഗൈസ്, അറ്റാക്കിംഗ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ്. ഇതും ഇനി കുറേ വീഡിയോസ് കാണിച്ചു തരാനെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോവും. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഇത്ര നിർത്തുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ മാൺസ്റ്റർ ഫിഷിൻ്റെ അടിപൊളി വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ള സുഹൃത്തുക്കൾ യൂട്യൂബിൽ വന്ന് സബ്സ്ക്രൈബും ചെയ്യുക, വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇതുപോലെ എന്തൊരു വെറൈറ്റി മോൺസ്റ്റർ ഫിഷിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരെ, യുവർ വൺ ആൻഡ് ഓൺലി ഫേവറേറ്റ് വേട്ടക്കാരൻ സൈനിങ് ഓഫ്. ബൈ.